ഗുഡ് മോർണിംഗ് ഗായ്സ്. ഒന്ന് ചങ്ങായിമാരെ, വീട് നിർമ്മാണത്തിനുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് മക്കളെ. നിങ്ങൾ കല്ല്, മണ്ണ്, സിമൻറ്റ്, കമ്പി ഒക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് എടുക്കും. വെള്ളം സർവാധിനാഥം തന്നതാണ് എല്ലതും. അതിൽ ഇമ്പോർട്ടൻ്റാണ് വെള്ളം. തറപ്പണി തുടങ്ങി അന്ന് മുതച്ചിട്ട് ധരിപ്പിക്കുന്നത് എല്ലാ നിലക്കും വെള്ളം ഒഴിച്ചു കൂടാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളെ സഹോദരൻ്റെ കൂടെ നമ്മളിങ്ങനെ വന്നതാണ്. അപ്പോൾ അവൻ്റെ കൂടെ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അദ്ദേഹം വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൻ്റെ കണക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് അറിയാം. അപ്പം വാർപ്പിൻ്റെ മുകളിൽ കെട്ടി നിർത്തിയ വെള്ളം, മനസ്സിലായില്ലേ? വെള്ളം നല്ല കിട്ടണതിന്, അല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. ഒരു വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ അവിടെ വിള്ളൽ വന്ന് വര വന്ന് കുറേ കഴിഞ്ഞാൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ചുമരിങ്ങനെ നനഞ്ഞ് കാണുന്നു. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. വെള്ളം തറ മുതലിച്ചിട്ട് വീട് ഫിനിഷിങ് വരെ എവിടൊക്കെ എത്രമാത്രം വെള്ളം കൊടുക്കണം കറക്റ്റായിട്ട് കൊടുത്ത ചങ്ങായിമാരെ. ഒരു മടിയും അതിന് ഒരു പിശുക്കും കാണിക്കരുത്. ഒരു നിലക്കും അതിന് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം. ഞാൻ വീട്ടിൽ ആളില്ല, കുടുംബത്തോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ആളുകളെ വിട്ടിട്ടാലും സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആളുകളാവണം. വെള്ളം കുറച്ചൊക്കെ ഇങ്ങനെ മുകളിലടിച്ച് തറൊക്കെ ധരിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 1.5 ധരിപ്പിക്കണം. വെള്ളം അത്രമാത്രം വെള്ളം ചളിയാക്കിയിട്ട് തറ സെറ്റാക്കിയിട്ടല്ല പിന്നെ തുടങ്ങേ. അതുപോലെ തേപ്പിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ പരിക്ക്, എല്ലാ നിലക്കും വെള്ളം എവിടൊക്കെ വേണം. ഒരു മടിയും കൂടാതെ ചങ്ങായിമാരെ കൊടുത്തോ. മനസ്സിലായതേ? ഇതിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വർക്ക് നടക്കുന്ന പല ഭാഗങ്ങളിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കയറി നോക്കുമ്പോൾ അദ്ദേഹം വെള്ളം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇഷ്ടംപോലെ കൊടുങ്ങിപ്പോൾ കെട്ടി നിർത്താനുള്ള പരിപാടിയാണ്. പണി ഈ വർക്ക് മുകളിലത്തെ കഴിഞ്ഞപ്പോൾ ഇതൊരു 15 ദിവസം അല്ലെങ്കിൽ 13 ദിവസം നിൽക്കും. പലക അടർത്തുന്ന ആ സമയം വരെ ഉണ്ടാവും. പിന്നെ ഇത് പൊട്ടിച്ച് കളയും. സുഹൃത്തുക്കളെ, അതിന് ശേഷം 10, 12, 13 ദിവസം ശേഷം വീണ്ടും വെള്ളം നിറച്ചത് കുടിക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. കുടിക്കാൻ പാടില്ല. പിന്നെ വെള്ളം ഇതിൽ നിന്ന് വറ്റാൻ പാടില്ല. അഥവാ വറ്റിയാൽ ഉറപ്പിച്ചോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അതുവരെ സിമൻറ്റും ഇതൊക്കെ വെള്ളം കുടിച്ച് അതിന് മതിയാവോളം അത്ര സ്ട്രോങ് ആവും അത്. 13 ദിവസം അല്ലെങ്കിൽ 12 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ നിറച്ച വെള്ളം അത് കാലിയാകുകയാണെങ്കിൽ പ്രശ്നമാണ്. പരിശോധന നടത്തേണ്ടതാണ്. അങ്ങനെ വെള്ളം വറ്റാൻ പാടില്ല. ഒരാവശ്യത്തിനായിക്കഴിഞ്ഞാൽ സിമൻറ്റ്, മണ്ണ്, അതിനുള്ള വെള്ളങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വലിച്ചെടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 ദിവസം അല്ലെങ്കിൽ 13 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ നിറച്ച് വെച്ച വെള്ളം ഇടയ്ക്കൊക്കെ വന്നിട്ട് ഫുള്ളാക്കുമല്ലോ, പിന്നെയും അത്രയും ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ പണിയാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ വാർപ്പിൻ്റെ ആളുകൾ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ചെയ്യേ. എന്നാലും പണി തുടങ്ങുമ്പോൾ അവരോടൊന്ന് ശരിക്കും പറയണം. ഇതൊക്കെ പക്ഷികൾ, സാധാരണക്കാരോടെ പറയണത്, പക്ഷികൾ കൂടുണ്ടാക്കുന്ന മാതിരിയുള്ള പരിപാടിയാണ്. ഒന്ന് ആത്മാർത്ഥമായി ചപ്പും ചവറൊന്നും പെടാതെ, കച്ചറകൾ വേസ്റ്റുകളൊന്നും മിക്സിങ്ങിൽ പെടാതെ നല്ല സത്യസന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സും അലിയും. അവിടെ അവരെ മെക്കട്ടി ആടാൻ പോകരുത്. അത് ശരിയല്ലടോ, ഇത് ശരിയല്ലടോ. നല്ല സൗമ്യമായിട്ട് പണിക്കാരോട് പെരുമാറേ. അവർക്ക് അർഹതപ്പെട്ടതൊക്കെ കൊടുക്കേ. പൈസ കൊടുക്കുന്നില്ലേ എന്നൊന്നും വിചാരിക്കരുത്. ചൂട് സമയമാണെങ്കിൽ അവർക്ക് തണുത്ത വെള്ളം, തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ട് കലക്കി കൊണ്ടേ കൊടുക്കേ. ഒരാൾക്ക് വാങ്ങാൻ നിൽക്കരുത്. വീടിൻ്റെ പ്രശ്നമാണ്. കിണർ കുഴിക്കുന്ന ആളുകൾ വന്നാലും അതെന്നാണ്. വെള്ളിപ്പടി ആ പരിപാടിയിലൊക്കെ അവർക്ക് അവരെ മനസ്സ് സന്തോഷപ്പെടുത്തണം. അല്ലെങ്കിൽ ആ ജോലി ഇങ്ങനെ വെയിലുള്ള സമയമാണെങ്കിൽ 1.5 പ്രാവും. ആ ടൈം ശരിയല്ല എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആളാണ് സ്വീകരിച്ചാൽ പണി 1.5 പണി ഇട്ടുട്ടാ. അതുപോലെ പണിക്കാരും സഹകരിക്കണം. എടുപ്പിക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് പല ആളുകൾ എടുക്കുന്നത്. ആ പണി ആത്മാർത്ഥമായി ചെയ്യാൻ പണിക്കാരായ നിങ്ങളും മൂപ്പനും എല്ലാം
നിങ്ങളങ്ങനെ ചെയ്തിട്ടല്ല, പറയുമ്പോൾ 2 വർഷം പറയണമല്ലോ. നിങ്ങളും കൂടി അത് ആത്മാർത്ഥത കാണിക്കേണ്ടതാണ്. നമ്മളെ ഈ ലോകം പടച്ചൊരു പ്രപഞ്ചനാഥനുണ്ട്. പണി നിങ്ങൾക്കും കിട്ടും. ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ പണി എടുപ്പിക്കുന്നവർക്കും കിട്ടും. നിങ്ങളോട് കാണിക്കുന്ന മര്യാദ സത്യസന്ധമായിട്ട് അവരും പാലിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട കേട്ടാ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഫുള്ളാവണ വരെ അദ്ദേഹം പറഞ്ഞത് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താനാ പരിപാടി. ഒരു വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അത് ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെയിലി വന്നിട്ട് നോക്കും, കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് മോട്ടർ ഇട്ട് കൊടുക്കും. അങ്ങനെ ആയ ഒരു 12 ദിവസം 13 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം വറ്റുകയാണെങ്കിൽ പ്രശ്നമാണ്, വറ്റാൻ പാടില്ല എന്നാണ് ജോലി എടുപ്പിക്കുന്ന മൂപ്പൻ പറഞ്ഞത്. ഞാനിതിൻ്റെ ജോലിക്കാരൻ അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന ആളുകളൊക്കെ, ഈ പണിയെടുപ്പിക്കുന്ന വാർപ്പിൻ്റെ ആളുകളൊക്കെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ തർക്കിക്കാനും ഇല്ല. ജോലി എടുപ്പിക്കുന്ന പരിചയമുള്ള ഒരു ആൾ അല്ലെങ്കിൽ 2 ആൾ, കുറേ പേര് പറഞ്ഞ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ മാപ്പാക്കണം. ശരിയാണെങ്കിൽ ഈ നിങ്ങൾ വർക്കെടുക്കുന്ന സ്ഥലത്തുള്ള ആളുകളോട് നിർബന്ധമായും പറഞ്ഞു കൊടുക്കണം, വെള്ളത്തിൻ്റെ കാര്യം വിട്ടുവീഴ്ചയില്ല. ഞാൻ റഹ്മാൻ പൊന്നാനി, നിങ്ങൾ ചെയ്തു വരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. മേലിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ ലൈക്ക് ചെയ്യേ, കമൻറ്റ് ചെയ്യേ, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ, അനിയന്മാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ, ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് ഉപകാരമാണ് പലർക്കും. നിങ്ങൾ വിചാരിക്കും നിസ്സാരമാണ്, ഇതെന്തത്, ഒരുപാട് ആളുകളുണ്ട്, വീട് പണിയെടുപ്പിക്കുന്നുണ്ട്, ആളുകളില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അവിടേക്കൊക്കെ ഈ വീഡിയോ എത്തട്ടെ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യ്, ആഞ്ഞു പിടിക്ക്. മസ്സലാമ.